വിളകളുമായി ബന്ധപ്പെടാത്ത മേഖലയിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തുള്ളൂ. ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരുപോലെ ചെയ്യാൻ കഴിയാതെ പോകുന്ന കുറെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഭരണപരമായിട്ടുള്ള ആൾക്കാർ അപ്പൊ അന്ന് ഈ താഴ്വരയിലെല്ലാം താമസിച്ചിരുന്നത് ഞാൻ ഈ കൃഷി ഭൂമിയായിട്ട് ഇരുന്ന മുഴുവൻ പേരും കണ്ടത് ഈ തോട്ടം മുതലാളിമാരെ ഒഴിവാക്കി അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കിയതെന്നാണ് അന്ന് കേട്ട ഉടനെ എല്ലാവർക്കും അത് ശരിയാണെന്ന് മനസ്സിലാവും. എന്നാൽ അവരുടെ കാര്യം എന്താണ് മാറ്റാത്ത. പക്ഷെ ഇത് ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഏരിയകളൊക്കെ നമ്മൾ ഞങ്ങൾക്ക് പറയുമ്പോൾ ഓരോ സാധനത്തിനും ശരി നമുക്ക് പറയാനായിട്ട് അറിയുമ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഈ പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. കുട്ടികളുടെ രോഗചികിത്സ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തുടങ്ങാൻ പറ്റുമെന്നുള്ളതിനെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ പെൺകുട്ടികളെല്ലാം കൊല്ലുന്ന സമൂഹത്തിലാണ് ഇതിങ്ങോട്ട് വരുന്നത്. ഒരുപാടുമില്ലാതെ പെൺ ഭ്രൂണഹത്യക്ക് ഈ കണ്ടുപിടുത്തം മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അത് നിരോധിക്കേണ്ടി വരും. ഇത് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സാധനമാണ്. ഇതൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ കടന്നു വരും. ഇത് പെട്ടെന്നാണ് സംഭവം. ആരും കാണാതെ ആ ഏരിയയിൽ കടന്നു. അപ്പോൾ ഒരു നടപടികൾ എടുക്കാനായിട്ട് ബാധ്യതയുള്ള ഗവൺമെന്റുകൾക്ക് ഇതാരും ഉപയോഗിക്കേണ്ടെന്ന് പറയും. പക്ഷെ ഉപയോഗിക്കേണ്ട സാധനമാണത്. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ബാൻ ചെയ്യുന്ന യുക്തിക്കകത്ത് ഈ ബാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് രഹസ്യമായി ചെയ്യുന്നത് ലോകം. അതതിൻ്റെ തുടർച്ചയാണ്. ഇപ്പൊ ഈ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ തന്നെ ഞാൻ ഈ കൊല്ലത്ത് തമിഴ്നാട്ടിൽ നിന്ന് അരി കടത്തുമായിരുന്നു. ഇവിടെ റേഷന് നിയന്ത്രണം ഉള്ളത് കാരണമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ദരിദ്രരായ മുഴുവൻ പേര് ഇവിടുത്തെ ട്രെയിനകത്ത് കയറി മധുരയിൽ പോയി അരി മേടിച്ചിട്ട് അതേ ട്രെയിനിൽ തന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവരും. ഭയങ്കര വ്യാപാരം ഭയങ്കരമായിട്ട് നടക്കും. അതേ സമയത്ത് അതങ്ങ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും ഒരേ അരിക്ക് വില, പിന്നെ ഇത് കടത്തിയിട്ട് കാര്യമില്ലാതാവുക. അപ്പൊ അത് നടത്തിക്കൊണ്ടിരുന്ന വലിയ സംവിധാനങ്ങൾ ഉണ്ടായിപ്പോകും. ഇതൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യുന്ന കാര്യം ഒരു എയർ ടൈറ്റ് മെക്കാനിസത്തിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സ്ഥലമാണ് ഇതെല്ലാം. വ്യവസായമായിട്ടൊക്കെ മാറും, രഹസ്യമായ വ്യവസായമായി മാറും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ. അപ്പൊ ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ രാഷ്ട്രീയമായിട്ട് ഈ വിഷയം അറിയുന്നുണ്ടായി പറയുന്നത്, നമ്മളെ തന്നെ ഏൽപ്പിച്ചാൽ ഇതൊന്ന് ചെയ്ത് കാണിക്കാൻ പറയുമ്പോഴാണ് നിങ്ങൾ വിഷമിക്കുന്നത്. കാരണം ഇത്രയും ആളുകളുടെ ജീവിതോപാധികളായിരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കൂടെ പറഞ്ഞുകൊണ്ട് മാത്രമേ രാഷ്ട്രീയമായി മാറ്റം വരുത്താൻ. ഒരു നിയമം കൊണ്ടുവരുമ്പോൾ 100 കണക്കിന് പഴുതുകൾ ഇട്ടാണ് നിയമം തന്നെ കൊണ്ടുവരുന്നത്. ആ പഴുതിടാതെ ചെയ്താൽ ഒത്തിരി പേരെ നമ്മളങ്ങ് കൊല്ലേണ്ടി വരും. അതാണ് വരുന്നത്. അപ്പോൾ പഴുതിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിനെ പിന്നെ രണ്ടാമത് നമ്മൾ പരിശോധിച്ച് കുറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ചില നിയമങ്ങൾ വന്നാൽ ധാരാളം മനുഷ്യരുടെ ജീവിതം ദുരിതത്തിലാവും. അതിന് പകരം കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമേ അത് കഴിയൂ. ഇത് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യം. അവർ നിശബ്ദരായിരിക്കത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ വളരെ ശരികൾ പറയുമ്പോൾ അവർ മിണ്ടാതിരിക്കും. കാര്യം അറിയാം, ഇത് നമ്മുടെ കാര്യം പോക്കാം, ഈ കാര്യം ചെയ്ത എന്നറിയുന്നത്. ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് സ്വാതന്ത്ര്യ സമരം കൊണ്ട് കടന്ന് നല്ല മൂച്ചാണ് ആ കാലം. ബ്രിട്ടീഷുകാർക്കെതിരെ സമരമൊക്കെ ചെയ്ത് അന്ധവിശ്വാസങ്ങൾ മുഴുവൻ ഓടിക്കുന്ന കാലമായിരുന്നു. എല്ലാവരും നല്ല മൂച്ചിന് പറയാനൊക്കെ പറ്റും. കാര്യമുണ്ട്, ബ്രിട്ടീഷുകാർ അതിന് വില കൊടുത്തുള്ളത്. അവരെ കൊണ്ട് ജയിച്ചാൽ മതി. അവർക്കാണെങ്കിൽ നമ്മളോടത്ത് വലിയ ഉത്തരവാദിത്വം ഇല്ലാതെ വെടിവെക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വെടിവെക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ആളുകളാണ്. ഇതാ പ്രശ്നം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായിട്ട് ആദ്യത്തെ വെടി ഉണ്ടായി. അന്ന് എല്ലാവരും വിഷമിച്ചു പോയൊരു സമയമായിരുന്നു.
ഭരിക്കാനാണ് കയറിയിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് ആ വെടി വരും. ഭരിക്കാൻ കയറുന്നുണ്ടാണ് ആ വെടി വരും. ആ വെടി വന്ന സമയത്ത് എല്ലാവരും പറയും. അപ്പോഴാണ് വിമോചന സമരത്തിന്റെ പ്രശ്നം. ഗ്ലോറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മുദ്രാവാക്യം വിളിച്ചു, ഗർഭിണിയെ വെടിവെച്ചില്ലേ സർക്കാർ എന്ന് പറഞ്ഞു. അപ്പൊ ആ പറയുന്ന തരത്തിലുള്ള സമരം വന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാർ യൂണിയൻ എന്ത് പാടിയെന്നറിയാം? ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലുമ്പോ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ചു. അങ്ങനെയാ നേരിട്ടത്. രണ്ടും കേട്ടാൽ നമുക്ക് ചിരിക്കാനല്ലാതെ ഒരു രക്ഷയില്ല. നമ്മുടെ പോലീസ് നമ്മളെ തല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസുകൾ ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ അന്ന് അത് ആ ഉത്തരം ഭയങ്കര ഉത്തരമാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്? മാറുന്ന സമയത്ത് നഷ്ടം ഉണ്ടാകുന്നവർ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്ത് മാറ്റമായിരുന്നു? ഒന്ന് ഭൂപരിഷ്കരണം, മറ്റൊന്ന് വിദ്യാഭ്യാസ പരിഷ്കരണം. മുണ്ടശ്ശേരിയുടെ കൊണ്ടുവരുന്ന ബില്ല് കാരണമാണ് കംപ്ലീറ്റ് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകൾ മുഴുവനും ഗവൺമെന്റ് സ്കൂളുകളായിട്ട് മാറുക. ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഒരൊറ്റ നിങ്ങൾ ഈ പറയുന്ന നിലവാരത്തിൽ ഒരുപോലത്തെ സിസ്റ്റത്തിനകത്തേക്ക് അതിനെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആൾക്കാരെ പഠിപ്പിച്ച് ഭരണത്തിൽ പങ്കാളികളാക്കാം എന്ന് വിചാരിച്ച് സ്കൂൾ ആരംഭിച്ച മുഴുവൻ പേർക്കും ഇത് കുഴപ്പമാണ് മനസ്സിലായി. അതുപോലെ എല്ലാവരും കൂടെ സംഘടിച്ചു. ആരൊക്കെ സംഘടിച്ച്? പെരയ്ക്കകത്ത് പരസ്പരം കാണാത്ത കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവർ തമ്മിലാണ് സംഘടിക്കുന്നതെന്നും കൂടെ ഓർക്കണം. പൊതു ശത്രുവിനെ കണ്ടുപിടിച്ചു. ബ്രിട്ടീഷുകാര് വന്നാൽ രക്ഷപ്പെടുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരെ കൊണ്ടുള്ള ഉപദ്രവം വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് പൊതുവായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ സമരം ചെയ്യുക. ഇതുപോലെ പൊതുശത്രുത ഉണ്ടാകുന്ന പണികൾ നമ്മൾ ഈ പറയുന്നതിനകത്ത് നിൽക്കും. അതുവരെ ഒരിക്കലും പരസ്പരം യോജിക്കാത്ത ആളുകൾ തമ്മിൽ കൈകോർത്ത് പിടിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പുരോഗമനപരമായിട്ടുള്ള നിയമം തകർത്ത് തരിപ്പണാക്കുകയും അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സാധനം വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ട് വരും. പാലം എല്ലാവർക്കും കൊള്ളാവുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കടത്തുകാരനല്ല. കടത്തുകാരൻ്റെ കുടുംബത്തിനും അയാളുടെ പാരമ്പര്യമായി അയാൾ ചെയ്തുകൊണ്ടിരുന്ന ഈ വർക്ക് പകരം കോമ്പൻസേഷൻ കൊടുത്ത് മാറ്റാതെ പറ്റണം. അല്ലാതെ നീ സൈക്കിൾ റിക്ഷ അങ്ങ് ഓടിച്ചോ നാളെ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഈ ഏരിയകൾ മുഴുവൻ കാണേണ്ടി വരും. അപ്പം നിങ്ങൾ ഈ പറയുന്നത് നിലവിലി കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ പട്ടാളത്തിൽ ചേർത്ത് വെടിവെക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അത് ഒരുപോലെ എങ്ങനെ കണ്ടിട്ടുള്ള ഭയങ്കര നല്ല കാര്യമായിട്ടാണല്ലോ പറയുന്നത്. അപ്പം ഈ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പ്രശ്നമില്ലേ? അവിടെ ചൈനക്കാരനും ഇന്ത്യക്കാരനും ആണല്ലോ അപ്പുറം ഇപ്പുറമുള്ളത്. നിങ്ങൾ പട്ടാളം ഉണ്ടാക്കി, ഭൂട്ടാൻകാർ പട്ടാളം ഉണ്ടാക്കി, ഈ ചൈനക്കാരനെ ഇന്ത്യക്കാരനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ശ്രീലങ്കക്കാരന് പറ്റുമോ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ? അവരൊക്കെ എങ്ങനെ ജീവിക്കും? മറ്റേ ലോജിക്ക് ഭയങ്കര കറക്റ്റല്ലേ? അവര് ആയുധമായി നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അവരെ നേരിടണം എന്ന് പറയുന്ന യുക്തി വളരെ ശരിയല്ലേ? സംശയമില്ലല്ലോ. ശ്രീലങ്കക്കാരൻ എന്ത് ചെയ്യും? മാലിക്കാരെന്ന് പറഞ്ഞിട്ട് അവിടെ കുറെ രാജ്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്